കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നാസ്ഡാക്ക് 0.85%, S&P 0.32% ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ ഇൻഡെക്സിൽ ഡാക്സ് 0.09% നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ CAC 0.18% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 25,000 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. FIS 483 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,870 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.5% ഉയർന്ന് $81 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബോണ്ടാഡ എഞ്ചിനീയറിംഗ്. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലൂമിന ക്ലീൻ എനർജി, പ്യുവർലൈറ്റ് എനർജി, VVKR ഫോട്ടോവോൾട്ടായിക്സ് എനർജി എന്നീ കമ്പനികളിൽ നിന്നും 575 കോടി രൂപയുടെ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ലഭിച്ചു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അൾട്രാടെക് സിമൻറ്റ് 6 ബാങ്കുകളിൽ നിന്നും സബ്സിഡറി ലിങ്ക്ഡ് ലോൺ വഴി $500 മില്യൺ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് HCL ടെക്നോളജിയുമാണ്. HCL ടെക്നോളജിയും ജിറോക്സ് കമ്പനിയുമായിട്ടുള്ള AI ഡ്രിവൺ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് സർവീസ് ആൻഡ് ഡിജിറ്റൽ പ്രോസസ് ഓപ്പറേഷൻ പാർട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് HCL ടെക്നോളജിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ലെമൺ ട്രീ ഹോട്ടൽസ് അയോധ്യയിൽ 80 റൂമുള്ള പുതിയ ഹോട്ടൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. UCAL എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന UCAL എന്ന കമ്പനി ബ്ലെയർ മോട്ടോഴ്സുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. പ്രധാനമായും ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 500 വാട്ട് മുതൽ 2 കിലോ വാട്ട് വരെയുള്ള മോട്ടോറുകളും മോട്ടോർ കൺട്രോളറുകളുമായിരിക്കും കമ്പനി പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുക. മെഡി അസിസ്റ്റൻ്റ് ഹെൽത്ത് കെയർ സർവീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മെഡി അസിസ്റ്റൻ്റ് ഹെൽത്ത് കെയർ സർവീസിൻ്റെ സബ്സിഡറി കമ്പനിയായ മെഡി അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് TPA, പാരാമൗണ്ട് ഹെൽത്ത് സർവീസ് ആൻഡ് ഇൻഷുറൻസ് TPA എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. ഈ അക്വിസിഷൻ വഴി മെഡി അസിസ്റ്റ് TPA എന്ന കമ്പനിയുടെ മാർക്കറ്റിൽ 36% ഗ്രോത്ത് കൈവരിച്ചേക്കും. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലും കമ്പനി 23.6% സ്റ്റേക്ക് കൈവരിച്ചേക്കും. പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയ റിപ്രോ ഇന്ത്യ എന്ന കമ്പനിയുടെ 1.22% സ്റ്റേക്കുകൾ 625 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തു. DSP മ്യൂച്വൽ ഫണ്ട് AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ 1.39% സ്റ്റേക്കുകൾ 630 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തു. എത്തോസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 2.88 ലക്ഷം ഷെയറുകൾ കഴിഞ്ഞ ദിവസവും കമ്പനിയുടെ മറ്റൊരു പ്രൊമോട്ടറായ സാബു വെഞ്ചർ കമ്പനിയുടെ 2.52 ലക്ഷം ഷെയറുകളും റീസെൻ്റ്ലി ഓഫ്ലോഡ് ചെയ്തു. ഡെക്കാൻ ഗോൾഡ് മൈൻസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 94,607 ഷെയറുകൾ റീസെൻ്റ്ലി ഓഫ്ലോഡ് ചെയ്തു. സഫയർ ഫുഡ്സിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 61,590 ഇക്വിറ്റി ഷെയറുകൾ റീസെൻ്റ്ലി ഓഫ്ലോഡ് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.